അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടി നന്നായിട്ട് വേവിച്ച് വാട്ടിയെടുക്കണം. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി മാവൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ വേവിച്ച സമയത്ത്. അതിലേക്ക് ഇനിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ച ഉണക്കമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ കൈവച്ചിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ടെടുക്കുകയാണ്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് അരിപ്പൊടി വിതറിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഡോ ഇതിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. കുറച്ച് കട്ടിയായിട്ടാണ് കേട്ടോ ഇത് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് മുറിച്ചിട്ടെടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നും. ഇനിയിപ്പോൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 വശവും മുരിഞ്ഞു വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 2 വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ കേട്ടോ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.